الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم إن إبراهيم كان أمة قانتا لله حنيفا ولم يك من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ പടച്ചറബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ചരിത്രത്തെ സ്മരിച്ചുകൊണ്ടാണ് വിശ്വാസികൾ ദുൽഹജ്ജ് മാസത്തിലൂടെ കടന്നു പോകുന്നത്. മില്ലത്ത് ഇബ്രാഹിം പിന്തുടർന്നുകൊണ്ട് ജീവിക്കുവാനാണ് നമ്മോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്തിനെ അനുധാവനം ചെയ്തുകൊണ്ടല്ലാതെ അവൻ്റെ ഇസ്ലാമിക ജീവിതം പൂർണ്ണമാകില്ല, മുസ്ലിമാകില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ മതം മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഒരു സത്യവിശ്വാസി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്തിലായിക്കൊണ്ടാണ് ഞാൻ നേരം പുലർന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്
ഏതൊരു സത്യവിശ്വാസിയും അവൻ്റെ പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയിൽ കാണാം, അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീന ഇബ്രാഹീമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഞാനും നിങ്ങളും ഇന്ന് രാവിലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രഖ്യാപിച്ചതാണ്, അള്ളാഹുവിനോട് പറഞ്ഞ വാചകങ്ങളാണ്. അസ്ബഹ്നാ അലാ ഫിത്രത്തുൽ ഇസ്ലാം, അള്ളാഹുവെ ഇസ്ലാമിക പ്രകൃതത്തിലായിക്കൊണ്ട് ഞാനിതാ നേരം പുലർന്നിട്ടുണ്ട് നാഥ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മതത്തിലായിക്കൊണ്ട് വഅലാ മില്ലത്തി അബീന ഇബ്രാഹീമ ഹനീഫൻ മുസ്ലിമൻ, ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിച്ച ഋജുമാനസ്കനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്തിലായിക്കൊണ്ട് ഞാനിതാ പ്രഭാതത്തിലേക്ക് എത്തിയിട്ടുണ്ട് നാഥ എന്ന് അള്ളാഹുവിനോട് ഞാനും നിങ്ങളും ഉറക്കെ പ്രഖ്യാപിച്ച വാചകങ്ങളായിരുന്നു. അതുപോലെ തന്നെ നമസ്കാരത്തിൽ ഓരോ ദിവസവും 20 തവണ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഞാനും നിങ്ങളും ഓർക്കുന്നുണ്ട്. എല്ലാ നമസ്കാര വേളകളിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം എന്ന് തുടങ്ങുന്ന സ്വലാത്ത് നമ്മൾ ഉച്ചരിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകനും അവിടുത്തെ കുടുംബത്തിനും അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണം, കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്കും അവിടുത്തെ കുടുംബത്തിനും അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്തതുപോലെ എന്നതാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ബർക്കത്ത് ലഭിച്ച കുടുംബമേത് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്ത് അള്ളാഹു അനുഗ്രഹിച്ച കുടുംബം, ഏറ്റവും കൂടുതൽ ബർക്കത്ത് അള്ളാഹു നൽകിയ കുടുംബം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്കും അവിടുത്തെ കുടുംബത്തിനുമാണ്. അതാണ് ഞാനും നിങ്ങളും വിളിച്ചു പറഞ്ഞത്, കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ജീവിതത്തിലെ പ്രതിസന്ധികളും ജീവിതത്തിലെ പ്രയാസങ്ങളും അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളും അണുകിട വിട്ടുപോകാതെ കൃത്യമായി ജീവിതത്തിൽ പാലിച്ച് ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ച ഒരു പ്രവാചകൻ്റെ ചരിത്രം നമ്മൾ ഓർക്കുമ്പോൾ ആ പ്രവാചകൻ അനുഭവിക്കേണ്ടി വന്ന തീക്ഷ്ണമായ പരീക്ഷണങ്ങളൊക്കെ ഒരുപക്ഷെ ഞാനും നിങ്ങളും വായിക്കുമ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ബർക്കത്ത് ലഭിച്ചത്. എന്നാൽ അള്ളാഹുവിൻ്റെ ഖുർആനും ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത്, രണ്ട് ലോകത്തും ഏറ്റവും കൂടുതൽ അള്ളാഹു ബർക്കത്ത് കൊടുത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കുടുംബത്തിനാണ് എന്ന വലിയ വസ്തുതയാണ് മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, വത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഋജുമാനസ്കനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്തിനെ നിങ്ങൾ അനുധാവനം ചെയ്യണം, പിൻപറ്റണം. എന്താണ് സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്ത്? ആ മില്ലത്തിൽ നിന്ന് വിശ്വാസികൾക്കുള്ള മാതൃക എന്താണ്? അത് കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ 69 സ്ഥലങ്ങളിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പേര് പരാമർശിച്ചിട്ടുള്ളത്. അവിടുന്ന് മറ്റു പ്രവാചകന്മാർക്കില്ലാത്തവണ്ണം 15ഓളം നാമഗുണവിശേഷണങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെക്കുറിച്ച് അള്ളാഹു പ്രതിപാദിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു പ്രവാചകന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വിശേഷണങ്ങൾ അത് ഖുർആൻ പഠിപ്പിച്ച അറിവാണെങ്കിൽ, ഇത്രകാലം ജീവിച്ചിട്ട് ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം എമ്പാടും ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ടെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു പരാമർശിച്ച വിളിച്ച പേരുകൾ, ആ പേരുകളെ കുറിച്ച് പഠിച്ചിട്ട് അതിലേതെങ്കിലും ഒരു പേര് മുസ്ലിം എന്ന നിലക്ക്, വിശ്വാസികൾ എന്ന നിലക്ക് ജീവിക്കുന്നവർ നമുക്കൊരു പേര് ചാർത്താൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് നെഞ്ചത്തു കൈവച്ച് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. ഖുർആൻ പരാമർശിച്ച പേരുകൾ പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വഫയാണ്, ഉമ്മത്താണ്, ഖാനിത്താണ്, അവ്വാഹാണ്, മുനീബാണ്, ഷാക്കിറാണ്, ഹലീമാണ്, മുഖ്ലിസാണ്, മുജ്തബാണ്, അമീനാണ്, മുഹ്സിനാണ്, ഹനീഫാണ്, സുദ്ദീഖാണ്, സലീമാണ്. ഇതൊക്കെ ഖുർആൻ ഒരു മഹാപ്രവാചകൻ, അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന് വിശേഷിപ്പിച്ച മഹാപ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു കൊടുത്ത
പേരുകളാണ്. ഖുർആൻ പ്രയോഗിച്ച 15 പേരുകളിൽ ഏതെങ്കിലും ഒരു പേര് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ചാർത്താൻ കഴിയുമോ എന്നത് സഹോദരങ്ങളെ പരിശോധിക്കണം. ഖുർആൻ പേരെടുത്തു പറഞ്ഞപ്പോൾ ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ് ഹനീഫൻ വലം യകു മിനൽ മുശ്രികീൻ. ഖുർആൻ പറഞ്ഞത് ഇന്ന ഇബ്രാഹീം, തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാം കാന ഉമ്മതൻ, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു, ഒരു സമുദായമായിരുന്നു. ഖാനിതൻ ലില്ലാഹ്, അല്ലാഹുവിനെ വിനയപ്പെട്ട് ജീവിച്ച മനുഷ്യനായിരുന്നു. ഹനീഫൻ, ഋജുമാനസ്കനായിരുന്നു. വലം യകു മിനൽ മുശ്രികീൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു നേരം പോലും അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത മനുഷ്യനായിരുന്നു. ഷാകിറൻ ലി അൻഉമി, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിച്ച നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുന്ന ഷാക്കിറായ ഒരു മനുഷ്യനായിരുന്നു. ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം, അതുകൊണ്ട് ആ പ്രവാചകന് ഏറ്റവും നല്ല പാന്താവ്, ഏറ്റവും നല്ല മാർഗം നാം കാണിച്ചു കൊടുത്തു. ഇലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ പാന്താവ് നാം തെളിയിച്ചു കൊടുത്തു. വആതൈനാഹു ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ അദ്ദേഹത്തിന് ഹസനത്ത് നൽകി. വഇന്നഹു ഫിൽ ആഖിറ, ഇനി പരലോകത്തോ ലമിന സ്വാലിഹീൻ, അദ്ദേഹം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് ഖുർആൻ കൃത്യമായി മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, 2 ലോകത്തും ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് വമ്പിച്ച നേട്ടമാണ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ വിളിച്ചു പറഞ്ഞ സത്യമാണ് നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. ഒന്നാമത്തെ പ്രയോഗം ഖുർആൻ പരാമർശിച്ചത്, ഒന്നാമത്തെ പേര് ഉമ്മത്ത് എന്നതാണ്. ഖുർആൻ പറഞ്ഞത് നാസർ സഅദി റഹിമഹുല്ലാ ഉമ്മത്ത് എന്നതിന് വിശദീകരണം കൊടുത്തത് ഇമാമൻ ജാമിഅൻ ലിഖിസാലിൽ ഖൈർ, ഇമാമായിരുന്നു, നേതാവായിരുന്നു, എല്ലാവരുടെയും ഇമാം, ഒരു നേതാവ്. എന്താണ് ക്വാളിറ്റി? ജാമിഅൻ ലിഖിസാലിൽ ഖൈർ, എല്ലാ നന്മകളും സംഗമിച്ച ഒരു നേതാവായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നതാണ് നാസറു സഅദി റഹിമഹുല്ലാ ഉമ്മത്ത് എന്നതിനെ വിശദീകരിച്ചിട്ടുള്ളത്. എല്ലാ നന്മകളും ഒത്തിണങ്ങിയ ഒരു മനുഷ്യൻ. സഹോദരങ്ങളെ, അത്തരത്തിൽ ജീവിതത്തിൽ ഒരു മുസ്ലിമാണോ, ഒരു മുഅ്മിനാണോ, എല്ലാ ഗുണങ്ങളും എല്ലാ നന്മകളും സന്നിവേശിപ്പിച്ചവനാകണം. യഥാർത്ഥ മുസ്ലിം എന്ന വലിയ പാഠമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അഹബ്ബുന്നാസ് ഇലല്ലാഹി തആല, അള്ളാഹുവിന് മനുഷ്യരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരാണ്? അൻഫഉഹുമുന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ്. മനുഷ്യർക്ക് ഏറ്റവും നല്ല നിലക്ക് ഉപകരിക്കുന്നവൻ ആരാണോ അവനെയാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും സമയം കൊണ്ടും ജീവിതത്തിൽ എല്ലാ നിലക്കും മറ്റുള്ള മനുഷ്യർക്ക് നന്മകൾ ചെയ്യുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും നല്ലവൻ, അവനെയാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടം എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും സ്വാർത്ഥതയും സ്വന്തം ഇഷ്ടവും സ്വന്തം താല്പര്യങ്ങളും കടന്നു വരുമ്പോൾ അവനവൻ്റെ ഭാരത്തേക്കാൾ വലുതൊന്നും ഏറ്റെടുക്കാൻ ഒരാൾക്കും സമയം കിട്ടാറില്ല. തൻ്റെ സമ്പത്ത് ഉപകരിക്കാറില്ല. ഒരുപക്ഷേ തൻ്റെ ആരോഗ്യം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറില്ലാതെ ജീവിക്കുന്ന മനുഷ്യരെയാണ് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നത്. സമയമില്ല എന്നതാണ്. ലോകത്ത് പ്രയാസപ്പെടുന്ന, കണ്ണീരിൽ കഴിയുന്ന, വാട്ടർ ബെഡുകളിൽ കഴിയുന്ന, ഒരുപക്ഷേ അതിന് കൂട്ടിരിക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതിരിക്കുന്നവർ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യർ എത്രയാണ് സഹോദരങ്ങളെ നമുക്ക് നമ്മളുടെ കുടുംബത്തിലും അതല്ലെങ്കിൽ ചുറ്റുപാടുകളിലും നമ്മുടെ സഹപ്രവർത്തകർക്ക് ഇടയിലുമുള്ളത്. എന്നാൽ അവർക്ക് വേണ്ടി അവരുടെ പ്രയാസത്തിൽ ഒന്ന് കണ്ണിചേരാൻ നമ്മൾക്ക് സമയമില്ലെങ്കിൽ, അതല്ലെങ്കിൽ നമ്മളുടെ സമ്പത്ത് കൊണ്ട്, ഒരുപക്ഷെ സമ്പത്തില്ലാത്തവൻ തൻ്റെ ആരോഗ്യം കൊണ്ട് ഒന്ന് സഹായിക്കാൻ കഴിഞ്ഞാൽ നേട്ടം എത്രയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞില്ലേ, ഈ മുന്നിലിരിക്കുന്ന സ്വഹാബികളെ സാക്ഷി നിർത്തി റസൂലുള്ളാഹി പറഞ്ഞു, ഈ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ വമ്പിച്ച പ്രതിഫലം മനുഷ്യർക്ക് മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നതാണ് എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ. മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ വമ്പിച്ച പ്രതിഫലം മുസ്ലിമീങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് അത് പരിഹരിക്കുന്നവന് ലഭിക്കുമെന്ന വലിയ പാഠവും തിരിച്ചറിവുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. അത്തരത്തിലൊരു ഉമ്മത്തായി ജീവിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ചരിത്രം സഹോദരങ്ങളെ, ഒരു സമൂഹം ചെയ്യേണ്ട പണിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ജീവിതത്തിൽ ചെയ്തത്. എത്രത്തോളം തൻ്റെ ദഅവത്ത് പരിശോധിച്ചാൽ തൻ്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങി തൻ്റെ സമൂഹത്തോട്, നാട്ടിലെ ഭരണാധികാരിയോട്, എല്ലാവരോടും തൗഹീദ് എന്ന വിളംബരം പ്രഖ്യാപിക്കാൻ
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശത്തെ പകർന്നു കൊടുക്കാൻ അവിടുന്ന് കാണിച്ച ആ ഒരു മാത്സര്യ ബുദ്ധി സഹോദരങ്ങളെ നമ്മളൊക്കെ പഠിക്കേണ്ടതാണ്. ഒരു സമൂഹം നീണ്ട ദിനരാത്രങ്ങളിൽ ചെയ്യേണ്ട പണിയാണ്. ഇബ്രാഹിം എന്ന ചെറിയ കുട്ടി 16 വയസ്സിലാണ് അഗ്നികുണ്ഡാരത്തിലേക്ക് ഇബ്രാഹിം എന്ന ചെറിയ കുട്ടിയെ വലിച്ചെറിയപ്പെടുന്നതെങ്കിൽ സഹോദരങ്ങളെ അവിടുന്ന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ എത്ര വലുതാണ് എന്നതിനെക്കുറിച്ച് ഞാനും നിങ്ങളും ആലോചിച്ച് നോക്കണം. അള്ളാഹു ഏൽപ്പിച്ച സകല പരീക്ഷണങ്ങളിലും വിജയം കൈവരിക്കാൻ കഴിഞ്ഞ ഇബ്രാഹിം എന്ന ഒരു മഹാപ്രവാചകന്റെ ചരിത്രം വെറുതെ കേട്ട് അവസാനിപ്പിക്കേണ്ടവരല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഗുണമായി അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്, പേരായി പഠിപ്പിച്ചത് ഖാനിത്തായിരുന്നു എന്നതാണ്. ഏറ്റവും നല്ല വിനയപ്പെട്ട് ജീവിച്ച മനുഷ്യൻ എന്താണ്? നാസിറു സഅദി റഹിമഹുല്ല പറഞ്ഞു, മുദീമൻ ലിതാഅതി റബ്ബി, ഏതു സമയവും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച ഒരു പ്രവാചകൻ. അതാണ് ഏറ്റവും നല്ല വിനയത്തിൽ ജീവിച്ച താഅത്തുള്ള ഖാനിത്തായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഒരു ജീവിതം. ഏതെങ്കിലും സമയമല്ല, തോന്നുമ്പോഴല്ല, പലപ്പോഴും നമ്മളുടെ ജീവിതം പരിശോധിച്ചാൽ അള്ളാഹു ഹലാലും ഹറാമും ഒക്കെ കൃത്യമായി ജീവിതത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് തോന്നുന്നത് പോലെയാണ്. നമുക്ക് സൗകര്യം കിട്ടുമ്പോൾ നമ്മൾ തിന്മകൾ ചെയ്യും, ഒരുപക്ഷെ ഹറാമുകൾ ചെയ്തു പോകും. അള്ളാഹു വിലക്കിയതെന്തോ അതിൽ നിന്ന് മാറി നിൽക്കുന്നവൻ ആരാണോ അവനാണ് ഒറിജിനൽ വിശ്വാസി എന്നത് നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിച്ചു ജീവിച്ച ഖാനിത്തായ വിനയത്തിൽ ജീവിച്ച ഒരു പ്രവാചകൻ എത്രത്തോളം ഇത്രയോളം കടുത്ത പരീക്ഷണങ്ങൾ വന്നിട്ട് പോലും എത്രയാണ് ജീവിതത്തിലെ പരീക്ഷണങ്ങൾ ഓരോന്ന് എണ്ണി എണ്ണി പരിശോധിച്ചാൽ അവിടുന്ന് എല്ലാം പൂർത്തിയാക്കി. എന്നിട്ടാണ് ഖുർആൻ പറഞ്ഞു, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഓ ഇബ്രാഹിം നീ മുസ്ലിമാകണം. ഇത്രയൊക്കെ കടുത്ത പരീക്ഷണങ്ങളിൽ വിജയിച്ച ഒരു പ്രവാചകനോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ഇബ്രാഹിം നീ മുസ്ലിമാകണം. അവിടെ ശങ്കപ്പെട്ടില്ല, ആശങ്കയുണ്ടായില്ല, മനസ്സ് പതറിയില്ല, ഇനിയും ഞാൻ മുസ്ലിമായില്ലേ എന്ന് ചോദിച്ചു നിൽക്കാതെ ഉടനടി അവിടുന്ന് മറുപടി പറഞ്ഞു, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ സർവ്വലോകങ്ങളുടെയും സംരക്ഷകനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്, ഒറിജിനൽ മുസ്ലിം ആവുകയാണ്. നമ്മളോട് ഇപ്പോഴും മുസ്ലിമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു പക്ഷേ പടച്ചോൻ്റെ ചോദ്യം, ഇനി നീ മുസ്ലിം ആകണം എന്ന് പറഞ്ഞാൽ ഇത്ര കാലം ജീവിച്ചിട്ട് 40, 50, 60 കൊല്ലം ദുനിയാവിൽ ജീവിച്ചിട്ട് ഇനിയും പടച്ചോനെ ഞാൻ മുസ്ലിം ആയില്ലേ എന്നൊരു പക്ഷേ നമുക്ക് സംശയം ഉണ്ടാകും. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ജീവിതത്തെ സമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തയ്യാറാണ് റബ്ബേ, ഇനിയും ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാകാൻ പരിശ്രമിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം. സഹോദരങ്ങളെ, ഒറിജിനൽ മുസ്ലിമാകാൻ ഇന്നേ വരെ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒറിജിനൽ മുസ്ലിമായി മരിക്കാൻ, മുസ്ലിമായി ജീവിച്ചു മരിക്കണമെന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ആഗ്രഹം. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ് ഹിദായത്ത് എന്ന വലിയ ഭാഗ്യം. ലോകത്തെ പ്രവാചകന്മാരുടെ കുടുംബത്തിന് കൊടുക്കാത്ത വലിയ പരിഗണന അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ റബ്ബ് പ്രദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ മരണപ്പെടുന്ന സമയം വല തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ. എന്താ സഹോദര മുസ്ലിം എന്ന് പറഞ്ഞാൽ? ജീവിതത്തെ സമർപ്പിക്കുന്നവനാണ്. എല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ, റബ്ബ് പറഞ്ഞതാണോ? ഞാൻ ഹറാമുകളാണെങ്കിൽ അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ഇന്നേ വരെ പലിശയിൽ ഇടപെട്ട് പോയിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഹറാമുകൾ ചെയ്തു പോയിട്ടുണ്ടോ? ഞാൻ പടച്ച റബ്ബേ, എനിക്ക് തിരിച്ചറിവ് ഈ സമയത്താണ് വന്നത്, അവസാനിപ്പിക്കുന്ന റബ്ബേ, ഞാനിതാ മുസ്ലിമാകാൻ തയ്യാറാണ്. ജീവിതത്തിൽ എന്തു പ്രയാസങ്ങളും എത്ര പരീക്ഷണങ്ങളും ജീവിതത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ വന്നാൽ, രോഗം കൊണ്ട് അലട്ടുന്ന പ്രശ്നങ്ങളാണെങ്കിൽ എന്തു വന്നാലും അല്ലാഹുവേ ഞാൻ എൻ്റെ ജീവിതം നിനക്കു സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോഴാണ് സഹോദര ഒറിജിനൽ മുസ്ലിം ആകുന്നത്. മൂന്നാമത്തെ ഗുണമായി അവിടുന്ന് പറഞ്ഞു, ഹനീഫാണ്, ഋജുമാനസ്കനാണ്, മുഖ്ലിസൻ ലഹുദ്ദീൻ മാഇലൻ അനിശ്ശിർകി ഇല തൗഹീദ്, തൗഹീദിലേക്ക് ഷിർക്കിനെ വെടിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ നോക്കണം. കുടുംബത്തിൽ പിറക്കുമ്പോൾ ആസർ എന്ന പിതാവിൻ്റെ മകനായി പിറക്കുമ്പോൾ ജീവിച്ചു വരുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണുന്നത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ഒരു പിതാവാണ്. ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ പൂജ സമർപ്പിക്കുന്ന പിതാവാണ്. വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന പിതാവിനെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം കാണുന്നത്. എന്നിട്ട് അവിടുന്ന് പതറിപ്പോയിട്ടില്ല, പിതാവിൻ്റെ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. അവിടുന്ന് ഹനീഫായി, ഋജുമാനസ്കനായി
ജീവിതത്തിൽ തുടക്കം മുതൽ ജീവിതത്തിൽ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാപ്പയോട് ദഅവത്ത് നടത്തുന്ന ചരിത്രം അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു. ഇത് ഖാല ലി അബീ, പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം വാപ്പയോട് പറഞ്ഞു, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. കേൾക്കാത്ത, കാണാത്ത, ഉപകരിക്കാത്ത ഒരു വസ്തുവെ എന്തിനാണ് ഉപ്പച്ചിയെ നിങ്ങൾ ആരാധിക്കുന്നത്? അവിടുന്ന് കേൾക്കേണ്ടി വന്നത് ലാർജുമന്നക് വഹ്ജുർനി മലിയ, നിന്നെ ഞാൻ എറിഞ്ഞാട്ടും. ഇന്നേ വരെ ഒരു ഉപ്പയുടെ നാവിൽ നിന്ന് ഇത്തരത്തിലുള്ള പദപ്രയോഗം കേൾക്കേണ്ടി വന്നിട്ടില്ല. നാട്ടിൽ നിന്ന് തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്നേ വരെ ഒരാളും എന്നെയും നിങ്ങളെയും ചീത്ത പറഞ്ഞിട്ടില്ല, നാട്ടിൽ നിന്ന് ഓടിച്ചിട്ടില്ല. നോക്കണം, കുടുംബത്തിൽ രക്തത്തിൽ പിറന്ന ഒരു പിതാവ് വഹ്ജുർനി മലിയ, നിന്നെ എറിഞ്ഞാട്ടും. ഇപ്രകാരം നീ സംസാരിച്ചാൽ ഇനി കുടുംബത്തിൽ സ്ഥാനമില്ല, ഓടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പതറിപ്പോയിട്ടില്ല. സഹോദരങ്ങളെ, കഴിഞ്ഞോ സമൂഹത്തിലേക്ക് ഇറങ്ങി ദഅവത്ത് നടത്തി. അവിടെ ഉപ്പച്ചി ഓടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നതല്ല ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത്. വീണ്ടും ആർജവത്തോടെ, കാലിടറാതെ അള്ളാഹു ഏൽപ്പിച്ച വലിയ അമാനത്ത് ജീവിതത്തിൽ പാലിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം. നമ്രൂദ് അവിടുന്ന് അഗ്നികുണ്ടാരം ഒരുക്കി കരിച്ചു കളയാൻ 16 വയസ്സുകാരനായ ഇബ്രാഹിമിനെ കരിച്ചു കളയാൻ തീരുമാനമെടുക്കുന്നു. നാട്ടിലെ മുഴുവൻ ആളുകളും ഒന്നിച്ചു ചേർന്ന് ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരനെ കരിച്ചു കളയാൻ തീരുമാനിക്കുമ്പോൾ അവിടുന്ന് സഹായം ചോദിച്ച് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ട് സഹോദരങ്ങളെ. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചത് ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് ബരമേൽപ്പിക്കാൻ എൻ്റെ റബ്ബ് മതി. വല്ലാത്തൊരു പ്രാർത്ഥനയുണ്ട്. എന്തു സഹായം ചോദിച്ചാലും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സഹായമുണ്ട്. ആ സമയം ഇബ്രാഹിം അലൈഹിസ്സലാം അഗ്നികുണ്ടാരം ഒരുക്കി. ആ അഗ്നികുണ്ടാരത്തിലേക്ക് വിദൂരത്ത് നിന്ന് വലിച്ചെറിയാൻ കാത്തു നിൽക്കുന്ന ജനപദത്തിൻ്റെ നടുവിൽ നിന്ന് 16കാരൻ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന നെഞ്ചത്ത് കോറിയിടണം. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുമ്മ അൻത വാഹിദുൻ ഫിസ്സമാ വഅന വാഹിദുൻ ഫിൽ അർള്. അല്ലാഹുവേ, ആകാശത്ത് നീ ഏകനാണ്. വഅന വാഹിദുൻ ഫിൽ അർള്, അല്ലാഹുവേ, ഭൂമിയിൽ ഞാൻ ഏകനാണ്. അന അഅ്ബുദുക, നിന്നെ ആരാധിക്കപ്പെടുന്ന വിഷയത്തിൽ പടച്ചോനെ, ഈ ദുനിയാവിൽ, ഈ ഭൂമിക്ക് മുകളിൽ, മൺതരികൾക്ക് മുകളിൽ ഞാൻ കാലുവെച്ചു നിൽക്കുമ്പോൾ നിന്നെ ആരാധിക്കാൻ ഇബ്രാഹിം എന്ന ഞാൻ മാത്രമാണ് പടച്ചോനെ. അതുകൊണ്ട് നീ എന്നെ കൈവിടരുത്. ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, നിന്നിൽ ഭരമേൽപ്പിക്കാണ് ഞാൻ. എൻ്റെ ജീവിതത്തെ നിന്നിലേൽപ്പിക്കാണ്. ഇനി സഹായം നിന്റെ അടുക്കൽ നിന്നാണ്. അവിടെയാണ് നാറൻ, ആ നാറ് കത്തിജ്വലിക്കുന്ന നരക, ആ തീനാളത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ബർദൻ വസലാമൻ അല ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് തണുപ്പായി തീരുന്ന ചരിത്രം. സഹോദരങ്ങളെ, എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ചെങ്കടലിനെ പിളർത്താൻ കഴിവുള്ള പടച്ചറബ്ബ് അഗ്നികുണ്ടാരത്തിന് ആ നശിപ്പിച്ചു കളയുക എന്ന പ്രകൃതമാണെങ്കിൽ അഗ്നികുണ്ടാരത്തെ തണുപ്പിക്കാൻ കഴിവുള്ള പടച്ചവൻ നമ്മളോടൊപ്പമുണ്ട് എന്ന പ്രതീക്ഷ ജീവിതത്തിൽ കൈവിട്ടു പോകാൻ പാടില്ല. പലപ്പോഴും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആദർശത്തിൻ്റെ വിഷയത്തിൽ പോലും പലപ്പോഴും പരാജയം സംഭവിക്കും. കാലിടറിപ്പോകും, പരാജയം വന്നുപോകും, ശിർക്കിലേക്ക് കൂപ്പുകുത്തിപ്പോകും. സഹോദര, ജീവിതത്തിൽ താങ്ങാനാകാത്ത അള്ളാഹുവിൻ്റെ പരീക്ഷണം വന്നുപോയാൽ, ഒരു രോഗം കടുത്തുപോയാൽ മനസ്സു പതറി റബ്ബിനെതിരിൽ സംസാരിക്കും. രോഗം മാറാൻ വേണ്ടി പല വഴികളും സ്വീകരിക്കും. പലരും പറഞ്ഞു തന്ന ഷിർക്കിൻ്റെ വഴികൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതല്ല പരിഹാരം. എന്തും അഭൗതികമായി സഹായിക്കാൻ കഴിവുള്ള പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് എന്നെ സഹായിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയും തൗഹീദിൽ നിന്ന് അണുകിട വ്യതിചലിച്ചു പോകാത്ത ജീവിതവുമാണ് ആത്യന്തിക ജീവിതത്തിൽ നമുക്ക് സ്വർഗം നേരാൻ, വിജയം ലഭിക്കാനുള്ള വലിയ വഴിയായി അള്ളാഹുവിൻ്റെ ഖുർആനും ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത്. അതുകൊണ്ട് സൃഷ്ടികളിൽ നിന്ന് സ്രഷ്ടാവിലേക്ക് തിരിച്ചു വന്ന ചരിത്രമാണ് ലോകത്തിൻ്റെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടുന്നത്, ദിവസവും 5 നേരം അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കുന്ന പ്രതിജ്ഞ, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ. ഞാനിതാ ആകാശങ്ങളെ സൃഷ്ടിച്ച, ഈ ഭൂമിയെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ആരാണോ അവനിൽ ഋജുമാനസ്കനായി ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ശിർക്ക് കടന്നു വരാൻ പാടില്ല എന്ന വലിയ ചരിത്രം കൂടി നമുക്ക് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കാനുണ്ട്. 4-ാമത്തത് ഷാകിറൻ ലി അൻഉമി,
ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഷാക്കിറായിരുന്നു. ജീവിതത്തിൽ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച ഒരു പ്രവാചകന്റെ ചരിത്രം. ഇബ്രാഹിം അല്ലദി വഫ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ അള്ളാഹു ഏൽപ്പിച്ച പരീക്ഷണങ്ങൾ, കടുത്ത ഉത്തരവാദിത്തങ്ങൾ അത് കൃത്യമായി പാലിച്ച പ്രവാചകൻ. ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുന്ന, ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങൾ കൊടുത്തു, എന്നാൽ അതൊക്കെ പൂർത്തിയാക്കിയ പ്രവാചകൻ. ആ പ്രവാചകൻ ഷാക്കിറായിരുന്നു, അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുക്ർ ചെയ്യുന്നവനായിരുന്നു. കടുത്ത പരീക്ഷണങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നത് നമ്മൾ പറഞ്ഞു വന്നു. എത്രത്തോളം 86 വയസ്സുവരെ കുഞ്ഞില്ലാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരമെന്നോണം ഒരു കുട്ടിയെ നൽകി. മക്കയുടെ മണ്ണിൽ പാർപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ ഇബ്രാഹിം എന്ന ആ മനുഷ്യൻ്റെ മനസ്സ് പിടഞ്ഞിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്. എത്ര വലിയ പരീക്ഷണമാണ്! മകനെ അറുക്കപ്പെടണം എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അതും പാലിക്കാൻ തയ്യാറാകുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം കേൾക്കുന്നവർ, പഠിക്കുന്നവർ കൃത്യമായി ഇബ്രാഹിം അലൈഹിസ്സലാം ഷാക്കിറായിരുന്നു, അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവനായിരുന്നു എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാത്ത എത്രയോ അനുഗ്രഹങ്ങൾ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ എന്ന് പറയാൻ സഹോദരങ്ങളെ കഴിഞ്ഞിട്ടുണ്ടോ? റബ്ബിന് ശുക്ർ ചെയ്യാൻ സഹോദരങ്ങളെ സാധിച്ചിട്ടുണ്ടോ? സൂറത്തുൽ ആദിയാത്ത് ഓതാത്തവരായി ഒരാളുമില്ല. സൂറത്തുൽ ആദിയാത്തിൽ അള്ളാഹു നന്നായി ഉപമിക്കുന്ന ഒരു ഉപമയുണ്ട്. ഒരു കുതിരയെക്കുറിച്ച്, വൽ ആദിയാത്തി ലബ്ഹ ഫൽമൂരിയാത്തി ഖദ്ഹ ഫൽമുഗീറാത്തി സുബ്ഹ ഫഅസർന ബിഹി നഖഅ. വല്ലാത്തൊരു ഉപമയാണ്. കിതച്ചുകൊണ്ട് ഓടുന്ന ഒരു കുതിരയെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. അതിൻ്റെ കുളമ്പുകൾ കല്ലിലുരസി തീപ്പൊരി പാറിച്ച് അതിശീഘ്രം തൻ്റെ യജമാനനെ തൻ്റെ കുതിരയുടെ പുറത്തിരുത്തി അതിശീഘ്രം ശത്രുമുഖത്തേക്ക് കുതിച്ചു ചെന്ന് പൊടിപടലങ്ങൾ ഇളക്കി വിട്ടുകൊണ്ട് ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്താൻ സഹായിക്കുന്ന ഒരു കുതിരയെക്കുറിച്ച്, യജമാനൻ കൊടുക്കുന്ന വെള്ളവും ഭക്ഷണവും തൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ട് ആ കുതിര തൻ്റെ യജമാനനോട് എത്ര കണ്ട് അനുഗ്രഹമാണ്, നിഅമത്താണ്, ശുക്റാണ് കാണിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ അള്ളാഹുവിനോട് അങ്ങേയറ്റം നന്ദികെട്ടവനാണ്, നന്ദികേടിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഹറാമുകൾ നിറഞ്ഞതാണ്. റബ്ബിനെ ഓർക്കാൻ, അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ, ജീവിതത്തിൽ അള്ളാഹു അനുഗ്രഹിച്ചു തന്ന ഏറ്റവും പവിത്ര മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പവിത്രത കഴിഞ്ഞ ഖുതുബയിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ഉണർത്തിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എത്ര കണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ, കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ ജീവിതത്തിൽ ചെയ്യാത്ത എത്ര പുതിയ പ്രാർത്ഥനകൾ, നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, ഫർദ് നമസ്കാരങ്ങൾ ജീവിതത്തിലേക്ക് കൃത്യമായി കൊണ്ടുവരാൻ സഹോദരങ്ങളെ കഴിഞ്ഞിട്ടുണ്ടോ? സുബഹി നമസ്കാരം നഷ്ടമായി പോയിട്ടുണ്ടോ? ഈ സമയത്ത് പോലും കൃത്യമായി ജമാഅത്ത് നമസ്കാരങ്ങളിൽ ശ്രദ്ധ കൈവരിച്ചിട്ടില്ലെങ്കിൽ സഹോദര, എന്നാണ് നമ്മളൊക്കെ കൃത്യമായി നമസ്കരിക്കുക? ഈ പവിത്ര ദിനരാത്രങ്ങളിൽ ചെയ്യുന്ന ഓരോ ഇബാദത്തുകൾക്കും വമ്പിച്ച പ്രതിഫലത്തെ അവിടുന്ന് ഖുർആനും സുന്നത്തും ഓഫർ നൽകുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, ശുക്ർ ചെയ്യാൻ, റബ്ബിൻ്റെ തൃപ്തി കാംക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പുതിയ ഒരു അധ്യയന വർഷത്തിലേക്കാണ് നമ്മളുടെ മക്കൾ പ്രവേശിക്കുന്നത്. പ്രത്യേകിച്ച് സ്കൂളുകൾ തുറക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളെക്കുറിച്ചുള്ള വല്ലാത്ത ആശങ്കയും പ്രതീക്ഷയിലുമാണ് മക്കളെ സ്കൂളുകളിലേക്ക് അയക്കാറുള്ളത്. അങ്ങനെയൊക്കെ മക്കളെ സ്കൂളിലേക്ക് അയക്കുന്ന രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾ അറിയേണ്ട വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ഒന്നാമത്തത്, മക്കൾക്ക് സന്തോഷം നൽകുക എന്നതാണ്.
പലപ്പോഴും മക്കളെ സംബന്ധിച്ചിടത്തോളം മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുന്ന മക്കളാണ്. പലതരത്തിലുള്ള പ്രയാസങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു വെക്കേഷൻ സമയം വീടുകളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിച്ച് അതല്ലെങ്കിൽ കൂട്ടുകാരോടൊത്തൊക്കെ കളിച്ച് പിന്നീട് സ്കൂൾ തുറക്കുന്നൊരു സമയം, അതിനാണ് കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് സ്കൂളുകളിൽ പോലും പ്രവേശനോത്സവങ്ങൾ ഒരു സന്തോഷത്തിൻ്റെ ദിനമായി ആരുടെയും മനസ്സ് പ്രയാസമില്ലാതെ എല്ലാവരും പുത്തൻ യൂണിഫോം ഇട്ട് ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടി അത്തരത്തിലൊരു സന്തോഷത്തോടുകൂടി നമ്മളുടെ മക്കളെയും യാത്രയാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, പഠന ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നൊരു സമയമാണ്. അങ്ങനെ വാങ്ങിക്കൊടുക്കുമ്പോൾ അതിൻ്റെ മൂല്യം, അതിൻ്റെ വില നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. പലപ്പോഴും പുസ്തകങ്ങളും പേനകളും അത് വലിച്ചെറിയപ്പെടുന്ന ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് എനിക്കൊക്കെ പറയാൻ കഴിയും. ഒരു വിലയും കൊടുക്കാതെ വാങ്ങിക്കൊടുക്കുന്നത് അത് പ്രയാസപ്പെട്ടിട്ട് തന്നെയാണ്. നമ്മളുടെ വിയർപ്പിൻ്റെ ഒരു മൂല്യം അതിലുണ്ട് എന്നത് മക്കളെ കൃത്യമായി ബോധ്യപ്പെടുത്തണം. അതല്ലെങ്കിൽ ആ ബുക്കും പുസ്തകവും സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കാത്തൊരവസ്ഥ. ഖുർആൻ പേനയെപ്പോലും എടുത്തു പഠിപ്പിച്ചു. നൂൻ വൽ ഖലം വമാ യസ്തുറൂൻ. ഖുർആൻ നിസ്സാരമായി പറഞ്ഞ ഒരു പേന എടുത്തു പറഞ്ഞു. എഴുതുന്ന പേനയെക്കുറിച്ചാണ് ഖുർആൻ സംസാരിച്ചത്. അതൊക്കെ വലിയ വിലയാണ്, വലിയ മൂല്യമാണ്. ആരെങ്കിലും വെറുതെ തന്നാലും അതൊക്കെ കൃത്യമായി സൂക്ഷിക്കാനുള്ള വലിയ പാഠം നമ്മളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. പുസ്തകത്തെ സംബന്ധിച്ച് പുസ്തകത്തെ ആദരിക്കണം, അതിനെ സൂക്ഷിക്കണം. അത് പൂജിക്കാനുള്ളതല്ല, അത് പൂജ വെക്കാനുള്ളതല്ല. ആ പാഠം കൂടി രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. മൂന്നാമത്തത്, അധ്യാപകരെയും തങ്ങൾ പഠിക്കുന്ന സ്കൂളിനെക്കുറിച്ചുമുള്ള ഒരു ധാരണ നമ്മളുടെ മക്കൾക്ക് കൊടുക്കണം. സ്കൂള് അതൊരു പൊതുമുതലാണ്. അത് നശിപ്പിക്കാൻ പാടില്ല. സ്കൂളിലെ ബെഞ്ചും ഡെസ്കും അതിലെ ഉപകരണങ്ങളും അതൊക്കെ വിലപ്പെട്ടതാണ്. അതൊക്കെ നശിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരു ആഭാസം കാണിക്കുന്ന ഇടമല്ല സ്കൂള്, മറിച്ച് വിദ്യ അഭ്യസിക്കേണ്ട ഇടമാണ്, അറിവുകൾ പകർന്നു നൽകേണ്ട ഇടമാണ്. അതുകൊണ്ട് അതൊക്കെ ഏറ്റവും നല്ല നിലക്ക് അത് വൃത്തിയായി തൻ്റെ വീട് എപ്രകാരമാണോ സൂക്ഷിക്കുന്നത് അപ്രകാരം സൂക്ഷിക്കണമെന്ന വലിയ പാഠം കൂടി നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. നാലാമത്തത്, കുട്ടികളുടെ നിർഭയത്വമാണ്. നിർഭയത്വത്തോടുകൂടി സ്കൂളിലേക്ക് പോകാൻ പലപ്പോഴും മക്കൾ യാത്ര ചെയ്യുന്ന ഇടം, വഴിയോരങ്ങൾ, അതല്ലെങ്കിൽ സ്കൂളിൻ്റെ അകത്തളങ്ങൾ പോലും ഇന്ന് സുരക്ഷിതമല്ല സഹോദരങ്ങളെ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പലപ്പോഴും പ്രയാസപ്പെടുത്തുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്. സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് തലയിൽ കൈവച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് കൃത്യമായ ബോധം, ഒരു നിർഭയത്വത്തോടുകൂടി സുരക്ഷിതത്വത്തോടുകൂടി നമ്മുടെ മക്കൾ യാത്ര ചെയ്യുന്ന വാഹനവും അതുപോലെ യാത്രാ വഴികളും ബസ്സും അതൊക്കെ കൃത്യമായി നമ്മളുടെ മക്കൾക്ക് ഏറ്റവും നല്ല സുരക്ഷിത മാർഗത്തിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഞ്ചാമത്തത് കൂട്ടുകെട്ടാണ്. മക്കളുടെ കൂട്ടുകെട്ട് ഏറ്റവും നല്ല, വീട്ടിൽ നല്ല മക്കളായി നമ്മൾ വളർത്തും. എൻ്റെ മോനൊന്നും വഴിയേറ്റില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്നാൽ നമ്മളുടെ മക്കളുടെ കൂട്ടുകെട്ട് ഒരു നിമിഷം കൊണ്ട് നമ്മളുടെ മക്കൾ ഒരുപക്ഷെ തിന്മയിലേക്ക് ചെന്നു പോകും. സ്കൂളിൽ 40 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെട്ടാൽ ഒരു കുട്ടി മാത്രം മതി, നമ്മളുടെ കുട്ടികളും ആ കണ്ണിയിലേക്ക് ചെന്ന് ചേർന്നു പോകും. സഹോദരങ്ങളെ, നമ്മൾ നന്നായി വളർത്തും. നമ്മളുടെ കൈവിട്ടു പോകുന്ന മക്കൾ ഒരുപക്ഷെ എത്രയോ സമയം സ്കൂളിലാണ്. അതുകൊണ്ട് മക്കളുടെ കൂട്ടുകെട്ടിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ടാകണം. അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അൽ മർഉ ഫീ ദീനി ഖലീലി, കൂട്ടുകാരൻ്റെ മതത്തിലാണ്. കൂട്ടുകാരൻ എങ്ങനെയാണോ അവൻ്റെ കൂടെയാണ് എന്ന വലിയ തിരിച്ചറിവിൻ്റെ പാഠമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ആറാമതായി, അധ്യാപകരുമായി ഒരു നല്ല ബന്ധമുണ്ടാകണം. പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ മക്കളെ സ്കൂളിൽ ചേർക്കാറുണ്ട്. എത്ര സമയം നമ്മൾ സ്കൂളിൽ പോകാറുണ്ട്. നമ്മളുടെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഒരു PTA മീറ്റിങ്ങിനാണ് നമ്മൾ സ്കൂളിലേക്ക് ചെല്ലാറുള്ളത്. അതല്ലാതെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, കുട്ടികളുടെ പഠനം, കുട്ടികളുടെ ഹാജർ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ, കുട്ടികളുടെ കൂട്ടുകെട്ട്, ഏതൊക്കെ അധ്യാപകരാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്, അതൊക്കെ കൃത്യമായി അധ്യാപകരുമായി നല്ലൊരു ബന്ധവും എല്ലാ ദിവസവും സ്കൂളിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള പരിശോധനയും ആ നിലക്കുള്ള ഒരു അന്വേഷണവും കൃത്യമായി രക്ഷിതാവെന്ന നിലക്ക് നമ്മളൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. മറ്റൊന്ന്, ആരോഗ്യം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അൽ അഖ്ലു സലീം വഫി ജിസ്മി സലീം. ആരോഗ്യമുള്ള ശരീരത്തിലാണ് നല്ല മനസ്സുള്ളത് എന്നത് നമുക്കറിയാം. അതുകൊണ്ട് നല്ല ആരോഗ്യം ഉണ്ടാകണം, നല്ല ഭക്ഷണം. പലപ്പോഴും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിലാണ് കുട്ടികളൊക്കെ ഒരു പക്ഷേ ഉണർന്നെഴുന്നേറ്റ് രാവിലെ തന്നെ
സ്കൂളുകളിലേക്കും ട്യൂഷൻ സെൻറ്ററുകളിലേക്കും ഒക്കെ പോകുമ്പോൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടല്ല കുട്ടികൾ പോവുക. എളുപ്പ വഴിയെന്ന നിലക്ക് രക്ഷിതാക്കൾ കയ്യിൽ ഒരു പോക്കറ്റ് മണി കൊടുക്കും. ഒരു പോക്കറ്റ് മണി വലിയ അപകടമാണ്. ഒരുപക്ഷേ സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പ് വാങ്ങിക്കഴിക്കുന്നതും ഒരുപക്ഷേ രക്ഷിതാക്കൾ എന്ന നിലക്ക് വീട്ടിലിരിക്കുന്ന ആരും ഇതൊന്നും അറിയുന്നില്ല. വഴിയോരങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും കാണാൻ പാടില്ലാത്ത നിലക്കാണ് അത്തരം വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കിടക്കുന്നത്. ഒരു കുടുംബത്തിൽ, നല്ല കുടുംബത്തിലൊക്കെ പറഞ്ഞ കുട്ടികൾ നടക്കേണ്ടതുപോലെ അല്ല. ഒരുപക്ഷെ നമ്മുടെ മക്കളൊക്കെ ഏറ്റവും നല്ല നിലക്കാണെന്ന് തോന്നും. വഴിയിൽ കാണുന്ന കാഴ്ചകൾ അത്യധികം വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. അതുകൊണ്ട് പോക്കറ്റ് മണി കൊടുക്കുന്ന പണി അവസാനിപ്പിക്കണം. നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം കിട്ടുന്ന ഭക്ഷണം നമ്മുടെ മക്കൾക്ക് കൊടുത്തുവിടാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എട്ടാമത്തത് ഇബാദത്തുകളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കണം. പലപ്പോഴും ഏറ്റവും നല്ല സ്ഥാപനം, ഭൗതികമായി ഏറ്റവും നല്ല പഠനം എവിടാം, അവിടെ അന്വേഷിച്ച് എത്ര പൈസ കൊടുക്കാനും നമ്മളൊക്കെ തയ്യാറാണ്. എന്നാൽ തൻ്റെ കുട്ടി നമസ്കരിക്കുന്നുണ്ടോ, നമസ്കരിക്കുന്ന ഇടാണോ, ദുഹറിസ്കരിച്ചോ അസറിസ്കരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നിസ്കരിക്കാത്തൊരവസ്ഥയിലാണ് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതെങ്കിൽ കുറച്ചൊക്കെ വലുതായിട്ട് നിസ്കരിക്കാം എന്ന് വിചാരിച്ചാൽ തെറ്റി സഹോദരങ്ങളെ, തെറ്റി. അവിടെയാണ് റസൂലുള്ള അടിക്കാൻ പോലും പറഞ്ഞത്. 10 വയസ്സായിട്ട് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കാനുള്ള കൽപ്പന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠമായി നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായി ഇബാദത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. സ്കൂളുകൾ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാം. അവിടെയൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യം കൂടി, ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കാനുള്ള സൗകര്യം ഉള്ള സ്കൂളുകളെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, കുട്ടികളുടെ വേഷവും രൂപവും കോലവും. പലപ്പോഴും കുട്ടികളൊക്കെ യൂണിഫോം ധരിച്ചാണ് പോവുക. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മര്യാദയുള്ള ഒരു വസ്ത്രധാരണം സ്വീകരിച്ചിട്ടാണോ, അത് ശരീരത്തോട് ഒട്ടിച്ചേർന്ന വസ്ത്രമാണോ നമ്മളുടെ മക്കൾ ധരിച്ചു പോകുന്നത്? അങ്ങനെ പോകുന്നതെങ്കിൽ വനിസാഉൻ കാസിയാത്തുൻ മാരിയാത്തുൻ, റസൂലുള്ളാഹി പറഞ്ഞില്ലേ, വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നഗ്നകളാണ്. വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്ന മക്കൾ അത് സുരക്ഷിതത്വത്തോടുകൂടി ഏറ്റവും നല്ല നിർഭയത്വത്തോടുകൂടി പോയി തിരിച്ചു വരാൻ കഴിയണമെങ്കിൽ, അതല്ലെങ്കിൽ പലരും പല കണ്ണുകളും ഉപയോഗിച്ച് നമ്മുടെ മക്കളെ ടാർഗറ്റ് ചെയ്യും സഹോദരങ്ങളെ. അതുകൊണ്ട് അതിനുള്ള ഇടം കൊടുക്കാൻ പാടില്ല. ഏറ്റവും നല്ല വസ്ത്രം, മാന്യമായ വസ്ത്രം. ഇസ്ലാം എന്താണ് പഠിപ്പിച്ചത്? യൂണിഫോം ആണെങ്കിലും അതിനൊക്കെ ഒരു മര്യാദ ഉണ്ടല്ലോ, അതൊക്കെ പാലിച്ചിട്ടാകണം നമ്മളുടെ മക്കളെ സ്കൂളുകളിലേക്ക് അയക്കേണ്ടത്. 10ാമത്തതായി തവക്കുലിൻ്റെ പാഠം പഠിപ്പിക്കണം. നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വാപ്പയുടെയും ഉമ്മയുടെയും കണ്ണിൽ നിന്ന്, കൈകളിൽ നിന്ന് പിന്നീട് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിൽ വരമേൽപ്പിച്ചു വിടാൻ, മക്കളെ റബ്ബിലേൽപ്പിക്കാൻ അതൊരു വലിയ പാടാണ്. ഇനി സംരക്ഷിക്കാൻ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൂട്ടുവരാൻ ഉമ്മയില്ല, ഉപ്പയില്ല, പടച്ച റബ്ബാണ് കാവൽ. അള്ളാഹുവിൻ്റെ കാവലിലാണ് പോകാനുള്ളത്. അതുകൊണ്ട് റബ്ബിനെ സൂക്ഷിക്കണം. അങ്ങനെ പോയാൽ എന്താ കിട്ടുക? പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിതമായി പോയി തിരിച്ചു വരാൻ കഴിയുമെന്നത് റസൂലുള്ളാഹിയാണ് പഠിപ്പിച്ചത്. മനുഷ്യനെ വഴികേടിലാക്കുന്നത് പിശാചാണെങ്കിൽ പിശാചിൻ്റെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി റസൂലുള്ളാഹി പഠിപ്പിച്ചത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് പോകാനാണ്. വലിയ പാഠങ്ങളാണ് സഹോദരങ്ങളെ മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് കൃത്യമായി ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ അറഫ നോമ്പ് ദുൽഹജ്ജ് 9-നാണ്. പലപ്പോഴും പലർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അറഫ സംഗമിക്കുമ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാകണമല്ലോ നോമ്പെടുക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടാകും. എന്നാൽ അത്തരത്തിലെ പാഠമല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഓരോ നാട്ടിലെയും ദുൽഹജ്ജ് 9 എന്നാണോ ആ 9-നാണ് നോമ്പെടുക്കേണ്ടത്. നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലത്തെ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അൻ അബി ഖത്താദ റളിയല്ലാഹു അൻഹു ഖാല സുഇല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഫീ സൗമി യൗമി അറഫ നോമ്പിനെ കുറിച്ച്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, യുകഫിറു അസ്സനത്തൽ മാദിയ വൽ ബാഖിയ, വരാനുള്ള ഒരു കൊല്ലത്തെയും കഴിഞ്ഞ ഒരു കൊല്ലത്തെയും പാപങ്ങൾ അതുമൂലം പൊറുക്കപ്പെട്ടേക്കാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ 2 കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അറഫ നോമ്പ് കാരണമാകും. അത് വെള്ളിയാഴ്ച ദിവസമാണ്. ആ വെള്ളിയാഴ്ച ദിവസം എല്ലാവരും അറഫ നോമ്പെടുക്കാൻ ശ്രദ്ധിക്കണം. അള്ളാഹു ആ നിലക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊരു വിഷയം കൂടി സൂചിപ്പിക്കാനുള്ളത്,
ജമ്മുവിൽ നിന്ന് ഒരു സഹോദരൻ അബ്ദുൽ അസീസ് മദീനി, അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മുടെ പള്ളിയിൽ വന്നിരുന്നു. അവിടെ ഒരു വലിയ സ്ഥാപനം, 3 കോടി രൂപ വിലമതിക്കുന്ന പള്ളിയും അതുപോലെ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും അതൊക്കെ ഏതാണ്ട് അതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്, അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ജമ്മുവിലെ അവസ്ഥയൊക്കെ നമുക്കറിയാം, പറയാതെ തന്നെ അവിടെ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ്. തൗഹീദിൻ്റെ ഒരു പള്ളി, കിലോമീറ്ററുകൾക്ക് നടുവിലായി തൗഹീദിൻ്റെ ഒരു പള്ളി ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാകണം എന്ന് വിചാരിച്ച് ഒരൊറ്റയാൻ പലപ്പോഴും ഒറ്റയ്ക്കൊക്കെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലേക്ക് ഇറങ്ങാൻ വലിയ പ്രയാസമാണ്. അബ്ദുൽ അസീസ് മദീനി അദ്ദേഹത്തിൻ്റെ സമയവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും അള്ളാഹുവിലേക്ക് കൊടുത്തിട്ട് യാത്ര തിരിച്ചു വരികയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് വേറൊരു പള്ളിയിലാണ്. ഇന്നത്തെ ബക്കറ്റ് കളക്ഷൻ മനസ്സറിഞ്ഞ് നമ്മളുടെ ഒരു നല്ല വിഹിതം ആ ഒരു നന്മയിലേക്ക് നമ്മൾ കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. മറ്റൊന്ന്, നമ്മളുടെ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഇന്നലെയാണ് ആ സഹോദരിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അത് പറയുമ്പോൾ ആ സഹോദരിയുടെ ഒരു മനസ്സ് വല്ലാത്തൊരു മനസ്സാണ്. കൊട്ടിയത്ത് ഖുർആൻ ക്ലാസ് 3 വർഷമായിട്ട് നടക്കുകയാണ്. ആ ക്ലാസ് നടക്കുമ്പോൾ ആ ഖുർആൻ ക്ലാസ് ഇന്നേ വരെ ഒരു ഖുർആനിൻ്റെ ക്ലാസ് മുടങ്ങാതെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീയാണ് അതിന് മുന്നിട്ട് നിൽക്കുന്നത്. ക്ലാസ് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം പല ഗ്രൂപ്പുകളിലേക്കും ആ ഖുർആൻ ക്ലാസ് ഫോർവേഡ് ചെയ്യാറുണ്ട്. അവിടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളുണ്ടാകണം എന്ന് വിചാരിച്ചിട്ട് കൂടിയിരുന്ന് ഏതാണ്ട് ഒരു 1.25 ലക്ഷം രൂപ നമുക്ക് മൈക്കും ബാക്കി അനുബന്ധ ചെലവുകളും ഒക്കെ വരും എന്നിങ്ങനെ തീരുമാനിക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള വള ഊരി എൻ്റെ വിഹിതമാകട്ടെ ആദ്യത്തേത്, അതുകൊണ്ട് ഇത് സ്വീകരിക്കണം. വളരെ പാവം പിടിച്ച ഒരു സ്ത്രീയാണ്. എന്നാൽ ഇന്ന് മാരകമായ ഒരു രോഗത്തിന് കീഴ്പ്പെട്ട അവസ്ഥയിലാണ്. അള്ളാഹുവേ, അവർക്ക് എത്രയും വേഗം അവരുടെ രോഗത്തിന് നീ ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, അവർക്ക് ആജിലായ ശിഫ നൽകണേ റഹ്മാനെ. പൂർണ്ണ ആരോഗ്യത്തോടെ ഈ ദഅ്വാ സംരംഭങ്ങളിൽ ഇടപെടാനുള്ള തൗഫീഖ് നാഥ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അള്ളാഹുവേ നീ പരിഹരിക്കണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ അള്ളാഹുവേ നീ ആജിലായ ശിഫ പ്രദാനം ചെയ്യണേ റഹ്മാനെ. നിൻ്റെ സ്വർഗീയ ജീവിതത്തിൽ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സംഗമിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. മരണത്തിൻ്റെ സമയം കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹുവേ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ അള്ളാഹുവേ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.